PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലോക്കിലെ സമയവും പ്രതിബിംബവും എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ക്ലോക്കിലെ സമയം 3:20 ആണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്ര? ഓക്കെ, ക്ലോക്കിലെ സമയം 3:20 ആണ്, കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയമാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രതിബിംബത്തിന്റെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ആദ്യത്തേതെന്ന് പറയുന്നത് 11 മണി. നമുക്ക് തന്നിട്ടുള്ള സമയം 11-നേക്കാളും താഴെയുള്ളതാണെങ്കിൽ നമ്മൾ 11:60 നിന്നും കുറയ്ക്കണം. നമുക്ക് തന്നിട്ടുള്ള സമയത്തെ 11:60 നിന്നും കുറയ്ക്കണം. 11-നേക്കാൾ കുറവാണെങ്കിൽ. ഇനി 11-നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? 23:60 നിന്നും കുറയ്ക്കണം. ഈ സംഖ്യ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, 11-നേക്കാൾ കുറഞ്ഞ സംഖ്യയാണെങ്കിൽ, സമയമാണെങ്കിൽ 11:60 നിന്നും കുറയ്ക്കണം. 11-നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? 23:60 നിന്നും കുറയ്ക്കണം. ഓക്കെ, ഈ കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 3:20 എന്ന് പറയുന്നത് 11 എന്ന് പറയുന്ന സംഖ്യയേക്കാൾ കുറവല്ലേ? ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 11:60 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും ഈ 3:20 കുറയ്ക്കുക. ഓക്കെ, ദശാംശ സംഖ്യകൾ കുറയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 0-ൽ നിന്ന് 0 പോയാൽ 0, 6-ൽ നിന്ന് 2 പോയാൽ 4, 1-ൽ നിന്നും 3 പോവില്ല, 11-ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 8. ഓക്കെ, അപ്പോൾ 8:40 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ നോക്കുക. അത് 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്നും കുറയ്ക്കുക. ഇനി 11-നേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യുക? 23:60 നിന്നും കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? 8:40. അടുത്ത ചോദ്യം നോക്കാം. സമയം 11:20. പ്രതിബിംബത്തിലെ, കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന സമയം എത്രയാണ്? 11:20. 11:20 എന്ന് പറയുന്നത് 11-നേക്കാൾ കൂടുതലാണല്ലോ അല്ലെ? 11-നേക്കാൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ എത്രയിൽ നിന്ന് കുറയ്ക്കണം? 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 23:60 മൈനസ് ഈ 11:20. ഓക്കെ, 11:20 കുറയ്ക്കുക. 11:20 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0, 6-ൽ നിന്ന് 2 പോയാൽ 4, 3-ൽ നിന്ന് 1 പോയാൽ 2, ദെൻ 1, 12:40 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള സമയം ഒന്ന് ശ്രദ്ധിക്കുക. 11-നേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക? 11:60 നിന്ന് മൈനസ് ചെയ്യുക. 11-നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 23:60 നിന്നും മൈനസ് ചെയ്യുക. ഈ സംഖ്യകൾ മാറിപ്പോകരുത്. 23:60 നിന്നും മൈനസ് ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 12:40 ആയിരിക്കും. 11:20 എന്ന് പറയുന്ന സമയം കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നോക്കുമ്പോൾ എത്രയായിരിക്കും? 12:40. അടുത്തത് നോക്കുക. സമയം 8:15. 8:15 എന്ന് പറയുന്ന സമയത്ത് കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? 8:15 എന്ന് പറയുന്നത് 11-നേക്കാൾ ചെറുതാണോ?
ആണ് അല്ലേ. അപ്പോൾ 11-നേക്കാൾ ചെറുതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 11:60 നിന്നും മൈനസ് ചെയ്യണം. 8:15 മൈനസ് ചെയ്യണം. അപ്പോൾ 10-ൽ നിന്നും 5 പോയാൽ 5, 5-ൽ നിന്ന് 1 പോയാൽ 4, 11-ൽ നിന്ന് 8 പോയാൽ 3. അപ്പോൾ 3:45 അല്ലേ, 3:45 എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ 8:15 എന്ന് പറയുന്നത് 11-നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 11:60 നിന്നും മൈനസ് ചെയ്തു. 8:15 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3:45 എന്ന് കിട്ടി അല്ലെ, 3:45 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് സമയം തന്നിട്ടുണ്ട് 12:20. 12:20 എന്ന് പറയുന്ന സമയത്തിന്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 12:20 എന്ന് പറയുന്നത് 11-നേക്കാൾ വലുതല്ലേ? ആണ് അല്ലെ, 11-നേക്കാൾ വലുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 23:60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ 23:60 നിന്നും 12:20 മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം? 0 മൈനസ് ചെയ്തു, 4, 3, 2 പോയി 1, 1. അപ്പൊ എത്ര കിട്ടി? 11:40 എന്ന് കിട്ടി അല്ലെ, 11:40. അപ്പൊ സമയം 12:20 ആവുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്രയാണ്? 11:40. അപ്പൊ ഈ ടൈപ്പ് ഏത് പ്രോബ്ലം ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. പ്രതിബിംബമാണോ ചോദ്യം? അപ്പൊ എന്ത് നമ്മുടെ മൈൻഡിൽ വരണം? 11-നേക്കാൾ കുറഞ്ഞ സംഖ്യയാണ് നമുക്ക് തന്നിട്ടുള്ള സമയമെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കണം. 11-നേക്കാൾ കൂടിയ സംഖ്യയാണ് തന്നിട്ടുള്ളതെങ്കിൽ 23:60 നിന്ന് കുറച്ചാൽ എന്തായി? നമ്മുടെ ആൻസർ ആയി. അപ്പൊ പ്രതിബിംബം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ഈ സംഖ്യകളാണ്, 11:60, 23:60. ഇനി കോണളവിന്റെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ്? സർക്കിൾ മൊത്തം 360 ആണ്. അപ്പോൾ ഒരു ഭാഗം, അതായത് 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണെന്ന് ഓർത്തിരിക്കുക. 1 മിനിറ്റ് എന്ന് പറയുന്നത് മിനിറ്റ് സൂചിയുടെ കേസിൽ എത്ര മിനിറ്റ് ആണ്? എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ് എന്നുള്ളതും ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ 6 ഡിഗ്രി ഓർമ്മ വന്നില്ലെങ്കിൽ കൂടിയിട്ട് 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് കോണളവിൻ്റെ പ്രോബ്ലംസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രതിബിംബത്തിൻ്റെയും ഇപ്പോൾ പഠിച്ചല്ലോ, ഇതും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കാം. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏത്? 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ ഒന്നിച്ചു വരുന്ന സമയം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ സൂചികൾ ഒന്നിക്കുന്ന സമയമാണ്. നമുക്കിനി എതിർദിശയിൽ വരുന്നതും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നിക്കുന്ന സമയം എന്നുള്ളതാണെങ്കിൽ നമുക്കൊരു നമ്പർ ഓർത്ത് വെക്കണം. നമുക്ക് 60/11 കൊണ്ട് ഗുണിക്കണം. എന്തിനെയാണ് ഗുണിക്കേണ്ടത്? തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ചെറിയ സമയം. ഇവിടെ 3 മണിക്കും 4 മണിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ചെറുത് ഏതാണ്? 3 ആണ് അല്ലെ. ആ ചെറിയ സംഖ്യയെ 60/11 കൊണ്ട് ഗുണിക്കണം. ഈ 60/11 എന്ന് പറയുന്നത് ഒരു സംഖ്യ, അത് കോൺസ്റ്റന്റ് ആണ്, അത് മാറ്റമില്ല. ഈ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഏതിനെയാണ് ഗുണിക്കേണ്ടത്? തന്നിട്ടുള്ള സമയത്തിൽ ഏറ്റവും ചെറിയ സമയം ഏതാണ്? 3 മണിയാണ് അല്ലെ. അപ്പൊ 3നെ 60/11 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസർ ആയി. ഈ രീതിയിലായിരിക്കില്ല നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റണം. അപ്പൊ നമുക്ക് 3 × 60/11 എന്ന് പറയുന്നത് എത്രയാണ്? 180 അല്ലെ. 60 × 3 എത്രയാണ്? 6 3 18, 180/11. ഇങ്ങനെയും ആയിരിക്കില്ല നമ്മുടെ ആൻസറിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവുന്നത് മിശ്ര ഭിന്നത്തിന്റെ രൂപത്തിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മിശ്ര ഭിന്നത്തിന്റെ, നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് മിശ്ര ഭിന്നത്തിന്റെയാണ്. അപ്പൊ മിശ്ര ഭിന്നത്തിന്റെ രൂപത്തിലോട്ടാക്കാൻ നമുക്കറിയാലോ, 180നെ 11 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഒരു 11, 8ൽ നിന്ന് 1 പോയാൽ 7, 0, ദെൻ 0 ഇവിടെ ഇറക്കിയിട്ടു. 70 എത്ര പ്രാവശ്യം പോകും? 6 11 66 അല്ലേ. 10ൽ നിന്ന് 6 പോയാൽ 4. ശിഷ്ടം വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തുക. കാരണം എന്താണ്? നമുക്ക് മിശ്ര ഭിന്നമാക്കി എഴുതാനാണ്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ശിഷ്ടം വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇനി എങ്ങനെയാണ് മിശ്ര ഭിന്നമാക്കി എഴുതുക എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ മിശ്ര ഭിന്നത്തിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ആദ്യം എടുത്തെഴുതുക, 16. ഓക്കെ. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഏതാണ്? 11 കൊണ്ടാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ് വരേണ്ടത്? താഴെയാണ് വരേണ്ടത്. അപ്പോൾ 11 മുകളിൽ. അപ്പോൾ എന്തായിരിക്കും വരിക? ബാക്കി ബാലൻസ് 4. ഓക്കെ. അപ്പോൾ 16 4/11 എന്നുള്ളതാണ് 180/11ന്റെ മിശ്ര ഭിന്ന രൂപം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ 3 മണി 16 4/11 എന്ന് പറയുന്ന സമയമാകുമ്പോഴായിരിക്കും എന്ത്? 3 മണിക്കും 4 മണിക്കും ഇടയിൽ മിനിറ്റ്, മണിക്കൂർ സൂചികൾ ഒരുമിച്ച് വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ എങ്ങനെയാണ് കാണുക? 3 മണി 16 4/11 മിനിറ്റ് എന്നായിരിക്കും
കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും സമയമാകുമ്പോഴാണ് എന്ത് വരുന്നത്, 3 മണിക്കും 4 മണിക്കും ഇടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരുമിച്ച് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഈ നമ്പർ പഠിച്ചു വെക്കുക. 60/11. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, പ്രതിബിംബത്തിന്റെ പഠിച്ചത് 11:60 നിന്നും കുറയ്ക്കണം. 11നേക്കാൾ ചെറുതാവുമ്പോൾ 11:60 നിന്നും കുറയ്ക്കണം. 11നേക്കാൾ വലുതാകുമ്പോൾ 23:60 നിന്നും കുറയ്ക്കണം എന്ന് പഠിച്ചു. ആ 11:60 ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. 60/11 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കണം, ചെറിയ സംഖ്യയെ ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. 3 × 60/11 180/11. 180/11 നമ്മൾ മിശ്രഭിന്ന രൂപത്തിലോട്ട് എഴുതിയപ്പോൾ നമുക്ക് എത്ര കിട്ടി, 16 4/11 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 3 മണി 16 4/11 ആവുമ്പോഴാണ് സൂചികൾ ഒരുമിച്ച് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 4 മണിക്കും 5 മണിക്കും ഇടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരുമിച്ച് വരുന്ന സമയമാണ് അല്ലേ. ഇവിടെ എതിർദിശയിൽ വരുന്ന സമയമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് 60/11 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒന്നിച്ച് വരുന്ന സെയിം സംഖ്യ തന്നെയാണ്. അതെടുക്കുക, ഇൻറ്റു എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ a ± 6 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് 60/11 × a ± 6. ഇതിൽ a എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യ, തന്നിട്ടുള്ള സമയത്തിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് a എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 60/11 × a എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 4ഉം 5ഉം. അപ്പൊ അതിൽ ഏറ്റവും ചെറുത് ഏതാണ്, 4ആണ്. 4 ± 6, അതായത് പ്ലസ് ആണോ ഇവിടെ മൈനസ് ആണോ, 6നെ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഈ 4 എന്ന് പറയുന്നത് 6നേക്കാൾ ചെറുതാണല്ലോ, ആണ് അല്ലെ. അപ്പൊ 6നേക്കാൾ ചെറുതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ സംഖ്യയെങ്കിൽ ഇവിടെ കൂട്ടണം, 6നോട് കൂട്ടണം. ഇനി 6നേക്കാൾ വലുതാണ്, ഇവിടെ 7ഓ 8ഓ ഒക്കെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ 6 ഇതിൽ നിന്നും കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 6നേക്കാൾ, ഈ 6നേക്കാൾ എന്താണ്, ചെറുതാണെങ്കിൽ കൂട്ടണം. 4 ഇപ്പൊ ഇവിടെ ചെറിയ സംഖ്യ എടുത്തിട്ട് അതിനോടൊപ്പം 6 കൂട്ടണം. 6നേക്കാൾ വലുതാണ് നമ്മുടെ ചെറിയ സംഖ്യ എങ്കിൽ എന്ത് ചെയ്യുക, അത് 6 കുറയ്ക്കണം അതിൽ നിന്നും. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ 60/11 × a ± 6. a എന്ന് പറയുന്നത് നമ്മുടെ തന്നിട്ടുള്ള സമയത്തിലെ ഏറ്റവും ചെറിയ സമയം, അതായത് 4 കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം 6ആയിട്ട്. അത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നോക്കുന്നത് ഈ സംഖ്യ, നമ്മുടെ ചെറിയ സംഖ്യ 6നേക്കാൾ ചെറുതാണല്ലോ. ചെറുതാണെങ്കിൽ ഇത് 6ആയിട്ട് കൂട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ 60/11 × 4 + 6 എത്രയാണ്, 60/11 × 4ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്, 10. അപ്പൊ 60 × 10 എത്രയാണ്, 600. 600/11 എന്ന് കിട്ടി അല്ലെ. അപ്പൊ 60/11 എന്നുള്ളതായിരിക്കില്ല ആൻസർ. നമ്മൾ പറഞ്ഞു മിശ്രഭിന്നത്തിലായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. 60/11. അപ്പൊ 600/11. അപ്പൊ 600 / 11 ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? ഇവിടെ നോക്കാം. 5 11 55. 5 പ്രാവശ്യം പോകും അല്ലെ. അപ്പൊ 10ൽ നിന്ന് 5 പോകുമ്പോൾ 5 0. 5ൽ പോവില്ല, 0 ഇറക്കിയിട്ടു. അപ്പൊ ഇവിടെ എത്ര വരും, 4 11 44. 10ൽ നിന്ന് 4 പോയാൽ 6 ശിഷ്ടം വരും. അപ്പൊ ശിഷ്ടം വരുമ്പോൾ അത് അവിടെ നിർത്തുക. ഇനി നമുക്ക് എങ്ങനെയാണ് എഴുതുക, ആൻസർ എടുത്തിട്ട് ഫസ്റ്റ് എഴുതുക. 54 ഡിവൈഡ് ചെയ്യേണ്ടത് 11 അവിടെ എടുത്തെഴുതി, മുകളിൽ എന്ത് വരും, ശിഷ്ടം വരും. അപ്പൊ 54 6/11 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ വരുന്നത് എത്രയായിരിക്കും സംഖ്യ, 4 മണി 54 6/11 ആയിരിക്കും എന്ത് വരുന്നത്, എതിർദിശയിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, 60/11 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട്, ഇൻറ്റു a ± 6. a എന്ന് പറയുന്നത് നമ്മൾ തന്നിട്ടുള്ള സമയത്തിലെ ഏറ്റവും ചെറിയ സമയം, അതാണ് a. അതിനോടൊപ്പം 6 കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. അപ്പൊ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നമ്മുടെ ഈ ചെറിയ സംഖ്യയെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ ചെറിയ സംഖ്യ 6നേക്കാൾ ചെറുതാണെങ്കിൽ കൂട്ടണം, 6 കൂട്ടണം. 6നേക്കാൾ വലിയ സംഖ്യയാണ് നമ്മുടെ സംഖ്യയെങ്കിൽ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 4 മണിക്കും 5 മണിക്കും ഇടയിലാണ്. ഇനി ഇത് 7നും 8നും ഇടയിലുള്ളതാണ് ചോദിക്കുന്നതെങ്കിലോ 7 ആയിരിക്കും നമ്മുടെ ചെറിയ സംഖ്യ. അതായത് 60/11 × 7 ± 6 ആണ് വരിക.
അപ്പോൾ 7 എന്ന് പറയുന്നത് 6-നേക്കാൾ വലിയ സംഖ്യയല്ലേ. അപ്പോൾ 7 - 6 ആയിരിക്കും വരിക. ചെറുതാവുമ്പോഴാണ് കൂട്ടേണ്ടത്. ഇവിടെ 7 എന്ന് പറയുന്നത് 6-നേക്കാൾ വലുതാണല്ലോ. അപ്പോൾ 7 - 6 ആണ് വരിക. അപ്പോൾ 60/11 ഇൻറ്റു 7 - 6 ആണ് വരിക. അതായത് 60/11 ഇൻറ്റു 7-ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 1 ആണ് വരിക. അതായത് 60/11 തന്നെയായിരിക്കും ആൻസർ വരിക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ഇത് ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ്. അപ്പം എതിർദിശയിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് 60/11 ഇൻറ്റു A ± 6 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുക, അതിൽ ചെറിയ സംഖ്യ എടുത്ത് എഴുതുക. ചെറിയ സംഖ്യ 6-നേക്കാൾ വലുതാണോ ചെറുതാണോ എന്ന് നോക്കുക. അവിടെ ചെറുതായപ്പോൾ നമ്മൾ 6 കൂട്ടി നമുക്ക് ആൻസർ എത്ര കിട്ടി? 54. 6/11 എന്ന ആൻസർ കിട്ടി. ഇനി അടുത്ത 2 പോയിന്റ് ഓർത്തിരിക്കുക. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കലാണ് പതിവ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തിൽ മിനിറ്റ്, മണിക്കൂർ സൂചികൾ നേർരേഖയിൽ എത്ര പ്രാവശ്യം വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ മിനിറ്റ്, മണിക്കൂർ സൂചികൾ ഒരു ദിവസത്തിൽ നേർരേഖയിൽ വരുന്നത്, അതുപോലെ തന്നെ 90 ഡിഗ്രി അതായത് മട്ടകോണിൽ വരുന്നതും എത്ര പ്രാവശ്യമാണ് എന്ന് ചോദിച്ചാൽ 44 പ്രാവശ്യമാണ്. ഓക്കെ, ഒരു ദിവസത്തിൽ മിനിറ്റ്, മണിക്കൂർ സൂചികൾ, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നേർരേഖയിൽ വരുന്നതും അതുപോലെ തന്നെ 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ മട്ടകോണിൽ വരുന്നതും എത്ര പ്രാവശ്യമാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 44 പ്രാവശ്യമാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. നേർരേഖയിൽ വരുന്നതും മട്ടകോണിൽ അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ വരുന്നതും എത്ര പ്രാവശ്യമാണ്? 44 പ്രാവശ്യമാണ്. ഇനി ഒരു ദിവസം മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒന്നിക്കുന്നത് എത്ര പ്രാവശ്യമാണ് എന്ന് ചോദിച്ചാലും, എതിർദിശയിൽ വരുന്നത് എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചാലും, 180 ഡിഗ്രി കോണളവിൽ വരുന്നത് എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചാലും, 0 ഡിഗ്രി കോണളവിൽ വരുന്നത് എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചാലും ആൻസർ സെയിം ആണ്, 22 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരു ദിവസത്തിൽ നേർരേഖയിൽ വരുന്നതും 90 ഡിഗ്രി അല്ലെങ്കിൽ മട്ടകോണിൽ വരുന്നതും എത്ര പ്രാവശ്യമാണ്? 44 പ്രാവശ്യം. ദെൻ ഒന്നിക്കുന്നത്, മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയും ഒരു ദിവസം ഒന്നിച്ച് വരുന്നത്, എതിർദിശയിൽ വരുന്നത്, 180 ഡിഗ്രി കോണളവിൽ വരുന്നത്, 0 ഡിഗ്രി കോണളവിൽ വരുന്നത് എല്ലാം എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 22 പ്രാവശ്യമാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലോക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഭാഗത്ത് നിന്നും ഇനി വ്യത്യസ്തമായിട്ടുള്ള വല്ല പ്രോബ്ലംസും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.